ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീവ് എ ലൈഫ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈക്രോ ഗ്രീൻസ്. അതപ്പോൾ എങ്ങനെ, അതായത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒക്കെ അത്യാവശ്യം നല്ല റേറ്റുമാണ്, കിട്ടാനും കുറച്ച് പാടാണ്. അപ്പം നമുക്കെങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അതും മണ്ണില്ലാതെ. ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ബുദ്ധിമുട്ട് വരും, അവരതിൻ്റെയൊക്കെ മടിയോർത്ത് അധികം അങ്ങനെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാറില്ല. അപ്പം നമുക്ക് ടിഷ്യൂ പേപ്പറിൽ എങ്ങനെ മൈക്രോ ഗ്രീൻസ് ഉൽപ്പാദിപ്പിക്കാൻ നോക്കാം. ഇതിപ്പം ഞാൻ നമ്മുടെ ചെറുപയർ ടിഷ്യൂ പേപ്പറിൽ കിളിപ്പിക്കുന്നതാണ്. ഇന്നിപ്പം ഞാൻ കുറച്ച് എന്താ പറയുക, ആദ്യം തൊട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു നിങ്ങളെ, പക്ഷേ എനിക്കതൊന്നും പറ്റിയില്ല. കാരണം ഞാൻ വീഡിയോ അങ്ങനെ എടുത്ത് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ എടുക്കണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ ആയപ്പം ഞാനിത് ആദ്യത്തെ സ്റ്റാർട്ടിങ് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ആ ട്രേയിൽ ടിഷ്യൂ പേപ്പറാണ് ഇട്ടിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് കുറച്ച് വെള്ളം നനച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ചെറുപയർ പാകി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇനിയിപ്പം ഒന്നുകൂടെ ടിഷ്യൂ പേപ്പർ ഇട്ടൊന്ന് ഇങ്ങനെ കവർ ചെയ്യുകയാണ്. ഈ പച്ചപ്പയർ കാണാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ ഞാനതൊന്ന് കവർ ചെയ്യുകയാണ്. ഇതിപ്പോൾ കവർ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ വെള്ളം, ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒത്തിരി ആകരുത്, ആ ടിഷ്യൂ പേപ്പർ നനയാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുക. എന്നിട്ട് ഇതിപ്പം നമ്മളൊരു എന്താ പറയുക, 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റുമ്പോൾ കാണാം ചെറിയ മുള പൊട്ടുക. എന്നിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഫുള്ള് കവറങ്ങ് മാറ്റിക്കഴിയുമ്പോൾ ഇതിപ്പോൾ ഒരു 7 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു പയറിൻ്റെ മൈക്രോ ഗ്രീൻസ് നമുക്ക് പറിച്ച് നമുക്ക് കൂട്ടാൻ വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ പതിയെ ഇത് കിളിക്കുന്നതും നമ്മളിത് കറി വെക്കാൻ എടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് എന്താ പറയുന്ന തെറ്റുകളുണ്ട്, അപ്പോൾ ക്ഷമിക്കുക. ഞാൻ ഇനിയും തൊട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇത് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.